അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ലെറ്റ് അജയ് വിൽ നോട്ട് അപ്പിയർ JEE എക്സാം വിത്ത് പ്രോബബിലിറ്റി P ഈക്വൽ 2/7. അപ്പൊ അതിന്റെ നെഗേഷൻ തന്നിരിക്കുന്നു. അജയ് A ആണ്. A അജയ് ആയിട്ട് എടുക്കുക, വിജയ് V ആയിട്ട് എടുക്കുക. അപ്പൊ P ഓഫ് A കോംപ്ലിമെന്റ് ആണ് 2/7. അപ്പൊ P ഓഫ് A ആരായിരിക്കും? 5/7. 1 - 2/7. അജയ് വിൽ നോട്ട് അപ്പിയർ JEE എക്സാം. അപ്പൊ അവിടെ അപ്പിയർ ചെയ്യുന്നതായിട്ടാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അതിന്റെ നെഗേഷൻ ആണ് 2/7. വൈൽ ബോത്ത് അജയ് ആൻഡ് വിജയ് വിൽ അപ്പിയർ, അതായത് P ഓഫ് A ഇന്റർസെക്ഷൻ V തന്നിട്ടുണ്ട്, അത് 1/5. കാണേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് അജയ് വിൽ അപ്പിയർ ആൻഡ് വിജയ് വിൽ നോട്ട് അപ്പിയർ എന്ന് വെച്ചാൽ P ഓഫ് A ഇന്റർസെക്ഷൻ V കോംപ്ലിമെന്റ്. അങ്ങനെയാണ്. എങ്ങനെയായിരിക്കും P ഓഫ് A ഇന്റർസെക്ഷൻ V കോംപ്ലിമെന്റ്? സെറ്റ് തിയറി പ്രകാരം A ഇന്റർസെക്ഷൻ V കോംപ്ലിമെന്റ് ആരാ? A ഇന്റർസെക്ഷൻ V കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ A മൈനസ് ഓഫ് A ഇന്റർസെക്ഷൻ V. അത്രേ ഉള്ളൂ. അപ്പൊ P ഓഫ് A ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ P ഓഫ് A മൈനസ് P ഓഫ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, A ഇന്റർസെക്ഷൻ V കോംപ്ലിമെന്റ്. P ഓഫ് A എത്രയാണ്? 5/7. P ഓഫ് A ഇന്റർസെക്ഷൻ P ഓഫ് A ഇന്റർസെക്ഷൻ V കോംപ്ലിമെന്റ് ആണ് കാണാൻ പറഞ്ഞത്. അത് A മൈനസ് ഓഫ് A ഇന്റർസെക്ഷൻ V ആണ്. ഞാൻ അവിടെ എഴുതിയപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. I ഇന്റർസെക്ഷൻ V ആണ്. A intersection V. That is 1/5. So what is get is 18/35. 18/35. Option D is the correct answer. It's a very simple probability question. Nothing to worry. Ajay will not appear ആണ് പറഞ്ഞത്. അപ്പൊ P of A dash 2/7. അപ്പൊ P of A 5/7. അജയും വിജയും ചെയ്യുന്നത് ഇന്റർസെക്ഷൻ പ്രോബബിലിറ്റി 1/5. അപ്പൊ A ഇന്റർസെക്ഷൻ V കോംപ്ലിമെന്റ്. വെൻ ഡയഗ്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാം. സെറ്റ് തിയറി ഉപയോഗിച്ച് A ഇന്റർസെക്ഷൻ V ഡാഷ് V കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് A ഇന്റർസെക്ഷൻ V കുറച്ച് കഴിഞ്ഞാൽ A ഇന്റർസെക്ഷൻ V കോംപ്ലിമെന്റ് ആയി. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി ഉപയോഗിക്കുമ്പോൾ P ഓഫ് A ഇന്റർസെക്ഷൻ V കോംപ്ലിമെന്റ്, P ഓഫ് A മൈനസ് P ഓഫ് A ഇന്റർസെക്ഷൻ V, രണ്ടും നമുക്കറിയാം. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ 5/7 minus 1/5. It is 18/35. Option 2 is the correct answer.